ഊഹാപോഹങ്ങൾക്ക് വിട നൽകി വത്തിക്കാന്റെ സ്ഥിരീകരണം. നവംബർ 3 മുതൽ 6 വരെ ഫ്രാൻസിസ് പാപ്പ ബഹ്റൈനിൽ അപ്പസ്തോലിക പര്യടനം നടത്തും. രാജ്യം സന്ദർശിക്കുവാനുള്ള ഭരണകൂടത്തിന്റെയും പ്രാദേശിക സഭാ നേതൃത്വത്തിന്റെയും ക്ഷണം പാപ്പ അംഗീകരിച്ച വിവരം വത്തിക്കാൻ പ്രസ് ഓഫീസാണ് പുറത്തുവിട്ടത്. സദേൺ അറേബ്യ വികാരിയത്തിന്റെ ഭാഗമായ ബഹ്റൈൻ ഇതാദ്യമായാണ് പേപ്പൽ പര്യടനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സഹവർത്തമെന്ന വിഷയത്തിലൂന്നി ബഹ്റൈനിൽ സമ്മേളിക്കുന്ന സമ്മിറ്റിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പേപ്പൽ പര്യടനം. മനാലി, അവാലി നഗരങ്ങളിലാണ് പ്രധാനമായും പാപ്പ സന്ദർശിക്കുക. യാത്രയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വത്തിക്കാൻ പുറത്തുവിടും. രാജ്യത്ത് ആദ്യമായി എത്തുന്ന കത്തോലിക്ക സഭയുടെ പരമാചാര്യനെ വരവേൽക്കാൻ ഇതിനോടകം പേർഷ്യൻ ഗൾഫ് ദ്വീപ് രാജ്യമായ ബഹ്റൈൻ ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു. അറേബ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ദേവാലയമായ അവർ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം കൂടിയാണ് ബഹ്റൈൻ. ബെനഡിക്ട് 16 പാപ്പ 2008 നടത്തിയ അഭ്യർത്ഥനയെ തുടർന്ന് ബഹ്റൈൻ രാജാവ് സമ്മാനിച്ച സ്ഥലത്ത് നിർമ്മിച്ച ദേവാലയം കഴിഞ്ഞ വർഷമാണ് കൂദാശ ചെയ്തത്. അതിനു മുന്നോടിയായി ബഹ്റൈൻ കിരീടാവകാശി സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ വത്തിക്കാനിൽ ഫ്രാൻസിസ് പാപ്പായെ സന്ദർശിക്കാനെത്തിയപ്പോൾ മുതൽ പേപ്പൽ സന്ദർശനത്തിനായി ഉറ്റുനോക്കുകയായിരുന്നു രാജ്യം. പാപ്പായെ രാജ്യത്തേക്ക് ക്ഷണിച്ച വിവരം അദ്ദേഹം പരസ്യമാക്കുകയും ചെയ്തിരുന്നു. നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കത്തീഡ്രലിന്റെ മാതൃക ബഹ്റൈൻ രാജാവ് 2014 വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് പാപ്പയ്ക്ക് സമ്മാനിച്ചതും വലിയ വാർത്തയായിരുന്നു. ഇസ്ലാമിക രാജ്യമായ ബഹ്റൈനിൽ 1,70,000 ക്രൈസ്തവരുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ 1,40,000 പേർ കത്തോലിക്കരാണ്. ഇതിൽ ബഹ്റൈൻ പൗരന്മാരുടെ എണ്ണം 1000 മാത്രമാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളാണ് മറ്റുള്ളവർ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗ്യാന ന്യൂസ്.